ഡിയേഴ്സ്, നമുക്കിതുപോലെ ഒരു നെമ്മീൻ കറി വെച്ചാലോ? തുടങ്ങാം. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് നെയ്മീൻ കൊണ്ട് നല്ല നെയ്മീൻ വറ്റിച്ചൊരു കറി വെച്ചാലോ? നല്ല സൂപ്പർ ഫ്രഷ് നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 കിലോ നെയ്മീനുണ്ട്. അപ്പം ഇത് നെയ്മീൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ചേരുവകൾ? ഞാൻ കടുക് അറിയാലോ, എണ്ണ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെന്താ, കടുക് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മൂക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഉപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കഴുകിപ്പോൾ. പിന്നെന്താ അറിയോ, ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവനുസരിച്ച് 1-2 സ്പൂൺ എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെന്താണ് കേട്ടെന്ന് പറയാമോ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ഉണ്ട്, 1/2 ടീസ്പൂൺ പിന്നെ 2 ടീസ്പൂൺ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടി. ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഗ്രേവി കിട്ടും. നമുക്ക് ഒത്തിരി വലിയ ഗ്രേവി ഒന്നും ഇടാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഇത് നോക്കട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ എന്താ വഴറ്റി വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൂപ്പ് ആണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ഈ ഉള്ളിയൊക്കെ മൂക്കാതിരുന്നാൽ കറിക്ക് ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഇത് മൂത്ത് കഴിഞ്ഞ് നമ്മുടെ ഈ അരപ്പ് ചേർക്കുക കേട്ടോ. അരപ്പ് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്. നല്ലതുപോലെ നമ്മുടെ കാശ്മീരി മുളകായിട്ട് നല്ല കളറാണ്, കൊഴുപ്പും കിട്ടും. എന്നാൽ എരിവും വലുതായിട്ടില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇടാം കേട്ടോ. ഇതിന് വലിയ എരിവില്ല, നല്ല തിക്ക് ഗ്രേവി കിട്ടും. ഓക്കെ. നമുക്ക് ഇത് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നല്ലതുപോലെ വഴറ്റി. ഈ സമയത്ത് നമ്മുടെ അവിടെ കുടംപുളി ഇട്ട് വെച്ച വെള്ളമില്ലേ, നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ നല്ല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറാണ്. ഈ സമയം കൊണ്ട് നമുക്ക് നെമ്മീനിടാം. ഓക്കെ. നല്ല ഫ്രഷ് നെമ്മീനാണ് കിട്ടിയത്. മീനിൻ്റെ ഫ്രഷ്നെസ് അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൊടുത്തത് നല്ല ഫ്രഷ്. ഇതെല്ലാം നല്ലപോലെ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർത്തില്ല കേട്ടോ, നല്ല കുറേ വറ്റിച്ച് എടുക്കും. അപ്പോൾ ഇതൊന്നും കിടക്കട്ടെ. ഐഡിയസ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തി. കണ്ടോ, ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ, ഇതാണ് എൻ്റെ പരുവ്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ കിടക്കുമ്പോൾ ബാലൻസ് കൂടെ വറ്റി വരും. നല്ല മീനൊക്കെ വെന്ത് ഉപ്പേരിക്ക് കറക്റ്റ് പാകത്തിനാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടേക്കാണ്. നമ്മുടെ നെമ്മീൻ കറി ഇതാ റെഡിയായിരിക്കുന്നു കേട്ടോ. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. ഇതാണ് നെമ്മീൻ വറ്റിച്ച മീൻ കറി. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.